ഹലോ ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എയർ ഫ്രയറിൽ എങ്ങനെ നമുക്ക് എണ്ണയില്ലാതെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ചിക്കനാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 കൂടെ ചതച്ചതാണ്. ആവശ്യത്തിന് ഉപ്പ്, എരിവിനനുസരിച്ച് മുളക് പൊടി. ഞാനിതിൽ പച്ചമുളക് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ വളരെ കുറച്ചേ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അത് ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നാരങ്ങ ഉള്ളവർക്ക് നാരങ്ങ ചേർക്കാം. ഇപ്പോൾ നാരങ്ങ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനാഗിരി ചേർക്കുവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളവർ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് ചിക്കൻ നേരത്തെ വരഞ്ഞിട്ടില്ലായിരുന്നു, ഇപ്പം ഞാൻ ചിക്കൻ വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇത് നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതാകുമ്പം വളരെ എണ്ണ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. സ്പ്രേയും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് ഇന്നിവിടെ. മസാല എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 1 മണിക്കൂറായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം. ഓ, കാണിച്ചു തരാം. വേണ്ടേ, കണ്ട? അവിടെ നിർത്താം. നമ്മളിതാ ഇതിനകത്താണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാൻ പോകുന്നത്. അതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ തടവിയാൽ മതിയാവും. ചിക്കൻ ഇനി നമുക്ക് ഇതിലോട്ട് എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് എണ്ണ തടവി കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിൽ ചിക്കൻ വിങ്സ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൽ 15 മിനിറ്റ് 180 ഡിഗ്രിയിലാണ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നോക്കൂ, ഈ ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് തിരിച്ചിടാം. അപ്പോൾ ഈ സൈഡും കൂടെ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വീണ്ടും ഇതിനി ഒരു 15 മിനിറ്റും കൂടെ വെച്ചിട്ട് ഈ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ ഈ സൈഡ് നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണ നമ്മൾ വളരെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതേ ഉള്ളായിരുന്നു. പക്ഷേ ചിക്കനിൽ നിന്നുള്ള നെയ്യ് ഉരുകി ഇറങ്ങിയതാണ് ഇതിനകത്ത് കാണുന്ന എണ്ണ. ഇത് നോക്കി, എണ്ണ ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. നല്ലോണം നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. എണ്ണ ചെറുതായി ഒന്ന് തടവി കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ചിക്കനിൽ നിന്നിട്ടുള്ള നെയ്യാണ് ഇറങ്ങിയത്. ബാക്കിയൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.